നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. രാജ്യത്തെ അങ്കണവാടികളുടെ നിലവാരമുയർത്താൻ CSR ഫണ്ട് ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ആദ്യമായി CSR പദ്ധതിയിൽ ആരംഭിച്ച പദ്ധതിയായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എന്നാൽ താൻ MP ആയി ചുമതലയേറ്റ് ആദ്യം ഒപ്പുവെച്ച 33 ലക്ഷം രൂപയുടെ MP ഫണ്ട് തൃശൂർക്ക് നൽകിയിട്ട് ഇതുവരെ യാതൊരു നടപടിയും ആയിട്ടില്ല. ആ ഫണ്ട് ഇരിങ്ങാലക്കുടയിലേക്ക് മാറ്റി നൽകിയാലോ എന്നാലോചിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞതോടെ വേദിയിലുണ്ടായിരുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ പദ്ധതി ഇപ്പോൾ സർക്കാർ പരിഗണനയിലാണെന്ന് അറിയിച്ചു. 20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 6 നിലകളിലുള്ള പുതിയ OP കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നും 95 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചീഫ് ജനറൽ മാനേജർ TV ശിവൻ പദ്ധതി വിശദീകരിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചീഫ് ജനറൽ മാനേജർ ഗീതിക വർമ്മ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, TA പോൾ, റോണി പോൾ മാവേലി, മിനി ജോസ് ചാക്കോള, മുനിസിപ്പൽ കൗൺസിലർ മാഗി വിൻസെന്റ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ് എന്നിവർ പങ്കെടുത്തു. സ്വച്ഛ് സർവേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ജൈവ അജൈവ മാലിന്യ ശേഖരണത്തിനായി ബിന്നുകൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൈമാറി. ശിവൻ അവരുകളെ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരമർപ്പിക്കും. 2024 അവസാന മാസങ്ങളിലാണ് ഞാൻ ആദ്യം വന്ന് കാണുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ സൂപ്രണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച അപേക്ഷ പരിഗണിച്ചുകൊണ്ടിന്ന് ഒരു വലിയ സൗകര്യം ഇരിഞ്ഞാലക്കുടക്കാർക്കും ശ്രീ MP ജാക്സൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലയടിവാരങ്ങളിൽ നിന്നൊക്കെ ചാലക്കുടി താണ്ടി ഈ സൗകര്യം തേടിയെത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സജ്ജമാക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൂടി കൈകോർത്തുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഈ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ബ്ലോക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ സവിശേഷതകൾ നമുക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ പെരിഫറിയിൽ സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അത് വിളിച്ചോതുന്നത് ആന്തരികമായ ഒരു തയ്യാറെടുപ്പാണ് ഈ സ്ഥാപനത്തിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ല ഡീസന്റ് ലോഡ്ജ് മുറിയിലേക്ക് ചെന്ന് കയറുന്നത് നമുക്കത് പ്രതീക്ഷിക്കുന്നൊക്കത്തില്ല അല്ലേ. നമുക്ക് ഒരുപാട് ദുർഗന്ധവും അല്ലെങ്കിൽ അഴുക്ക് എന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഒരുപാട് കേന്ദ്രങ്ങളായി പലപ്പോഴും ആശുപത്രികൾ നിലനിന്ന് കാണുമ്പോൾ വലിയ വിഷമമാണ്, വലിയ നിഷേധം കൂടിയാണ്. ആരോഗ്യം എന്ന് പറയുന്നതിന് ക്ലെൻലിനെസ് എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകം. ഞാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇവിടെ
7 വർണ്ണങ്ങളുടെ 7 നിറങ്ങളുടെ നമ്മുടെ റെയിൻബോ കളേഴ്സ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ സമുച്ചയം ഏറ്റവും ശുദ്ധമായി തന്നെ ലാവൻഡർ വിളിച്ചോട്ടുന്നത് പോലെ വിശുദ്ധിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി 7 നിറങ്ങൾ ബ്രിഗേഡുകൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയത തുളുമ്പുന്നതിന് വേണ്ടി ദേശീയ വിചാരം എപ്പോഴും മനസ്സിലുണ്ടാകുന്നതിന് വേണ്ടി ഇവിടുത്തെ ബ്രിഗേഡുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തന്നെ 7 ആയിട്ടാണ്. അതിന് പേരുകൾ നൽകിയിരിക്കുന്നത് വളരെ മതവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഇരിങ്ങാലക്കുട രൂപത കുടുംബ വർഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇടവകകളിലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ യഥാർത്ഥത്തിലുള്ള മതവിശ്വാസികളല്ല, അവർ തങ്ങളുടെ മതത്തിന് തന്നെ ശത്രുക്കളായി മാറുകയാണ്. ക്രൈസ്തവ സഭയുടെ അന്തസത്ത സ്നേഹമാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും പരസ്പരമുള്ള വിശ്വാസവും സഹിഷ്ണുതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും മാതൃകകളായി ജീവിക്കാൻ ക്രൈസ്തവർക്ക് കൂടുതൽ ബാധ്യതയുണ്ടെന്ന് മന്ത്രി റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി. വിശ്വാസത്തിൽ അടിയുറച്ച് സ്നേഹത്തിൽ വളർന്ന് സമൂഹത്തെ ശാക്തീകരിക്കുകയെന്ന ദൗത്യമാണ് ഓരോ ക്രൈസ്തവനുമുള്ളതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ, ഫാദർ ഡോക്ടർ നിബിൻ കുരിശിങ്കൽ, ജോയ്സി മേരി ആന്റണി, രൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫ്രീജോ പാറയ്ക്കൽ, പ്രസിഡന്റ് ജിക്സൺ നാട്ടേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. കുടുംബങ്ങൾ കണ്ടുമുട്ടലിന്റെ ഒരു വേദിയായി മാറണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇവിടെ നേരത്തെ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു കുടുംബത്തിന്റെ ഒരു കണ്ടുമുട്ടലിന്റെ പങ്കുവയ്ക്കലിന്റെ ഒരു സംസ്കാരത്തിലേക്ക് വളർന്നു വരുന്നതിനെ കുറിച്ചാണ് പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നമുക്കറിയാം, പല കുടുംബങ്ങളിലും നമുക്ക് ഒരു വശത്ത് ജനനിരക്ക് കുറഞ്ഞു വരുന്നു, ആളുകളുടെ എണ്ണം കേരളത്തിൽ കുറയുന്നു, പ്രത്യേകിച്ച് ജനസംഖ്യ വളർച്ച നമുക്ക് നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വശത്ത് അത്, മറുവശത്ത് ഉള്ള ആളുകൾ തന്നെ എങ്ങനെ വിദേശത്തേക്ക് പോകാം എന്നാലോചിച്ച് ഓരോ ദിവസവും പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. വിഷൻ ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ജില്ലാ ജഡ്ജ് ജോമോൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാബു കോടശ്ശേരി എഴുതി ആനന്ദ് മധുസൂദനൻ സംഗീതം നൽകിയ തീം സോങ്ങിന്റെ റീലോഞ്ച് നടന്നു. ചക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ, പ്ലാവ് ജയൻ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CB ഷക്കീല, വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ എന്നിവർ ആശംസകൾ നേർന്നു. വിഷൻ ഇരിങ്ങാലക്കുട ചീഫ് കോർഡിനേറ്റർ സിമീഷ് സാഹു സ്വാഗതവും AC സുരേഷ് നന്ദിയും പറഞ്ഞു. ജനറൽ കൺവീനർ PR സ്റ്റാൻലി, കോർഡിനേറ്റർമാരായ KN സുഭാഷ്, ടെൽസൺ കോട്ടോളി, ഷാജി മാസ്റ്റർ, കൃഷ്ണപ്രസാദ്, ജെഫ്രിൻ സോജൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 16 മുതൽ 22 വരെയാണ് ഞാറ്റുവേല മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നേടിയിട്ടുള്ള 30,000-ഓളം പ്രാവുകളാണ് കേരളത്തിന്റെ ക്ലാസ്മേറ്റ് കൂടിയായ ഞാൻ എൻ്റെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് എല്ലാ ദിവസവും 150 റബ്ബർ ടാപ്പ് ചെയ്തിട്ടാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ പറമ്പിലെ എല്ലാ പണികളിലും ഞാൻ വളരെ നന്നായി ചെയ്തിരുന്നു. കാരണം എനിക്ക് കൃഷി ചെയ്ത് ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മൾ തലമുറകൾ കൈമാറിയപ്പോൾ കൃഷിയുടെ പാരമ്പര്യവും പൈതൃകവും എല്ലാം നമ്മൾ മറന്നുപോയൊരു കാലഘട്ടമാണ്. പുതിയ തലമുറയോട് കൃഷിയെക്കുറിച്ച് കൃഷി ഒരു ഉപജീവന മാർഗം എന്നതിനപ്പുറത്ത് ഒരു പ്രൊഫഷനായി സ്വീകരിക്കുവാൻ ആരും തയ്യാറാകാത്ത ഒരു കാലമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കർഷകന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ്. മൺസൂണിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്
കൃഷി എപ്പോഴും ഒരു വിജയകരമായ പ്രൊഫഷനായി തീരാൻ സാധ്യത വളരെ കുറവാണ്. ഈ ലോകത്തെവിടെയും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അതിന് വിലയിടുന്നത് അതുണ്ടാക്കിയ ആളാണ്. പക്ഷേ ഈ കൃഷിയുടെ കാര്യത്തിൽ നേരെ വിപരീതമാണ്. കൃഷി ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിന് വിലയിടാൻ ഇന്ന് വരെ സാധിക്കാത്തൊരു സാഹചര്യമാണ് നമ്മളെവിടെയും കാണിക്കുന്നത്. അത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും. തക്കാളി ഒരു വർഷം കൂടുതൽ ഉത്പാദിച്ചു പോയാൽ അതിന് വിലയില്ല, കർഷകൻ പട്ടിണിയില്ല. ഇനി നെല്ലുൽപാദനം ഭയങ്കരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ സർക്കാർ ഒരു താങ്ങുക നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നെല്ലുൽപാദനമൊക്കെ പണ്ടേ തന്നെ അന്യം നിന്ന് പോയി. ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിക്ഷേപകരുടെ കൂട്ടായ്മ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു നിക്ഷേപ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം ഭാരവാഹികളായ രമേശ് അയ്യർ, ജോർജൻ കൊല്ലാട്ടിൽ, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് റീജ സന്തോഷ്, ഇരിങ്ങാലക്കുട ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ കാട്ട്ലാസ് എന്നിവരും നിക്ഷേപ കൂട്ടായ്മ പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്നു. കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് വെറുതെ ഒരു സമരം ചെയ്യുകയല്ല ചെയ്തത്. വളരെ കൃത്യമായിട്ടാണ് സമരം ചെയ്തതും. ആവശ്യപ്പെട്ടു പോലുമില്ല. സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വിളിപ്പിച്ചിട്ട് ഞാൻ 3-4 ദിവസം പ്രധാനമന്ത്രി ഇതിനെ സംബന്ധിച്ച് പറയുകയും അദ്ദേഹം നടത്തിയ നീക്കമാണ് കാര്യവും. ഞാൻ അതിനകത്ത് പങ്കാളിയായിട്ടില്ല. ED ആണോ CBI ആണോ അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നു. അമിത്ഷാജിയാണ് അത് ചെയ്ത് സ്വത്ത് കണ്ടുകെട്ടി 100 കോടി കൊണ്ടുവന്ന് വെച്ച് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ബാങ്കിനോട് സ്വീകരിക്കണമെന്ന്. അന്നത്തെ സർക്കാർ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. പുതിയ സർക്കാർ വന്നല്ലോ, അവരെ കൊണ്ടത് സ്വീകരിപ്പിച്ചാൽ ആ പാവങ്ങൾക്ക് ആ കാശിൽ നിന്ന് പിച്ചിപ്പറിച്ച് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, അല്ല ഏത് ബാങ്കായാലും ഇങ്ങനൊരു നടപടി ED വഴി സാധ്യമാക്കി തന്നതുപോലും നടപ്പിലാക്കാൻ ഇവിടെ പറ്റുന്നുണ്ട്. ഞാൻ ആരോട് പറയാം? കേന്ദ്രത്തിൽ പറഞ്ഞാൽ അവിടെ നിന്ന് ചെയ്ത് ഇവിടെ വന്ന് മുട്ടിക്കിടക്കും. ഇപ്പോൾ കരുവന്നൂരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. 100 കോടി സ്വത്തുക്കൾ കണ്ട് ചെട്ടി പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഹൈക്കോടതി പറഞ്ഞ് സ്വീകരിക്കാൻ. ഇവിടുത്തെ ആ കരുവന്നൂർ ബാങ്ക് അത് സ്വീകരിക്കുന്നില്ല. എന്നിട്ട് അവിടെ പുതിയ ആൾക്കാരെ തെരഞ്ഞെടുത്തപ്പോൾ ആരെയാണ് തെരഞ്ഞെടുത്തത്? സഹോദരി, ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും ഇങ്ങനെയുള്ള സാമ്പത്തിക ശ്രമിക്കാം എന്ന് ഞാൻ പറയുന്നു. വൈഗ കെ സജീവ് അഭിനയിക്കുന്ന ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞുനോക്കി എന്ന ചിത്രം പ്രദർശനത്തിനായി തിയേറ്ററുകളിലെത്തി. ഇരിങ്ങാലക്കുടയിലെ പ്രശസ്ത ബിസിനസ് ഗ്രൂപ്പായ കല്ലട ഗ്രൂപ്പ് പാർട്ണർ സജീവ് കുമാർ കല്ലടയുടെയും ശാലിനിയുടെയും മകളാണ് വൈഗ. കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വൈഗ കെ സജീവ് പരസ്യചിത്രങ്ങൾ, മ്യൂസിക് ആൽബങ്ങൾ, ഹ്രസ്വ ചിത്രങ്ങൾ എന്നിവയിലൂടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട്.
വൈഗ കെ സജീവ് പ്രധാന വേഷം ചെയ്ത രാജകുമാരി എന്ന ഹ്രസ്വചിത്രം രാജ്യത്തിനകത്തും പുറത്തും നിരവധി പുരസ്കാരങ്ങൾ നേടിയിരുന്നു. വൈഗ കെ സജീവിന് പുറമെ ദിവ്യ, ഗൗതം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും പറയാം, പരമാവധി മൗത്ത് പബ്ലിസിറ്റി ആണ്. പുതിയ ആൾക്കാരുടെ പടമാണ്. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും പറയാം, എല്ലാ ആൾക്കാരോടും പറയാം. ഓക്കെ, താങ്ക് യു. നസ്രിയായാലും വൈകിയാലും നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും കേന്ദ്ര കഥാപാത്രം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രഹ്മമുഖയുടെ പറഞ്ഞ ഒരു ഭാവി കാണിക്കുന്നുണ്ട്. വൈകിക്ക് പിന്നെ നേരത്തെ ഒരു ഭാവിയുള്ള കുട്ടിയാണ്. നല്ലൊരു അഭിമാനം തോന്നുന്നു, നമ്മുടെ നാട്ടുകാരിയാണ്. എന്തായാലും തമ്മിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നെ അറിയുന്ന ഒരു ആള്, അപ്പൊ ആള് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എന്റെ വർക്ക്സ് കണ്ടിട്ട് സാറിന് ഇഷ്ടമായി. ചിലർ എന്റെ പേരല്ല വിളിച്ചോണ്ടിരുന്നത്, നസ്രിയ തന്നെയായിരുന്നു. പിന്നെ ചിലർ ക്ലാക്ലാന്ന് വിളിച്ചോണ്ടിരുന്നു, അങ്ങനെയൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. സോ സന്തോഷമുള്ളത്, ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ പുതിയ മുഖങ്ങളെ നമ്മുടെ പ്രേക്ഷകർ സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സന്തോഷം. ഇന്നലത്തേനെ അപേക്ഷിച്ച് രണ്ടാമത് ദിവസം സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഇപ്പോൾ ഇന്ന് 2-3 സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ഒരു പുതിയ ഫ്രഷ് ഫേസ് ആളുകളാണ് അഭിനയിച്ചത് എന്നൊരു ഫീല് വരുന്നില്ല. നല്ല രീതിക്ക് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു. ഇത് ആദ്യം തന്നെ നമുക്കൊരു കോമഡി റൊമാൻസ് ജോണർ ആവുന്നുണ്ട്. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊരു പേര് വേണമെന്നുള്ള ഞങ്ങളുടെ ഉള്ളിൽ ചർച്ച ഉണ്ടായിരുന്നു. യാദൃശ്യം പല പേരുകളും ഇങ്ങനെ സജഷൻസ് വന്നു. പക്ഷേ യാദൃശ്യമായിട്ട് എൻ്റെ വൈഫാണ് ഇങ്ങനൊരു പേര് പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.